നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി പുഴയ്ക്കലിൽ നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. മഴയിൽ കുഴികൾ രൂപപ്പെട്ടതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. കല്ലൂർ പാടം വഴിയിൽ വാഹനാപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു. നായരങ്ങാടി സ്വദേശി തൈക്കാട്ട് വീട്ടിൽ 41 വയസ്സുള്ള രഞ്ജിത്താണ് മരിച്ചത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിൽ പോരുമുറുകുന്നു. കോൺഗ്രസ് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് TV പൌലോസ് വീരോലിപ്പാടം ക്ഷീരസംഘം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. കാറളം വെള്ളാനിയിൽ സ്വകാര്യ ബസിനും ജീവനക്കാർക്ക് നേരെയും ബൈക്കിലെത്തിയ 4-അംഗ സംഘം ആക്രമണം നടത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ കസ്റ്റഡിയിലെടുത്തു. ബൈക്കിൽ ബസ് ഇടിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് കാറളം ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന മംഗലത്ത് ബസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. പുണ്യക്ഷേത്രോത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുതുവട്ടൂർ സ്വദേശി നിസാമിന്റെ മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്താതെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചയച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. തൃശൂർ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് നിന്ന് 25 കിലോ കഞ്ചാവുമായി 4 ഇതര സംസ്ഥാനക്കാരായ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. ചാലക്കുടി പുഴയുടെ കാടുകുറ്റി പനമ്പിള്ളിക്കടവിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കാടുകുറ്റി അറക്കൽ വീട്ടിൽ 37 വയസ്സുള്ള ക്ലാരൻസ് ആണ് മരിച്ചത്. ആളൂർ പഞ്ചായത്തിലെ പൊരുന്നാക്കുന്നിൽ 34 ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച പൊരുന്നച്ചിറ നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരിയിൽ മുൻ മുഖ്യമന്ത്രി EK നായനാർ അനുസ്മരണം നടത്തി. അനുസ്മരണ പരിപാടി CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി വ്യവസായിയായിരുന്ന പത്മശ്രീ CK മേനോന്റെ സ്മരണയ്ക്കായി ന്യൂ സ്റ്റാർ വടക്കേപ്പാടം ലഹരിവിരുദ്ധ സന്ദേശവുമായി 5ാമത് ഫ്ലഡ്ലിറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പാട്ടുരാക്കലിൽ നടന്ന ടൂർണമെന്റ് കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് സ്കൂൾ നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും SC/ST വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കണമെന്നും KPMS ഏരിയ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊടകരയിൽ സംഘടിപ്പിച്ച സമ്മേളനം ജില്ലാ പ്രസിഡന്റ് MV ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ഫ്രണ്ട്സ് മീറ്റ് ഭവന പദ്ധതിയുടെ 7ാം ഘട്ടത്തിന്റെ ഭാഗമായി അഴീക്കോട് മരപ്പാലത്തിന് സമീപം 2 നിർധന കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി. KFM മുൻ പ്രസിഡന്റ് ഇസഖാഖ് അലി ഉദ്ഘാടനം ചെയ്തു. AIYF മാരാത്തുകുന്ന് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പാലക്കൽ ഗ്രൌണ്ടിൽ നടന്നിരുന്ന VS അനിൽകുമാർ CR റെനിൽ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 16 ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ സ്മാർട്ട് ബോയ്സ് എങ്കക്കാട് 1ാം സ്ഥാനവും 40 ബോയ്സ് തുമാനം 2ാം സ്ഥാനവും കരസ്ഥമാക്കി. മച്ചാട് രഞ്ജിത്തിന്റെ ശിക്ഷണത്തിൽ വാദ്യകല അഭ്യസിച്ച ശിഷ്യരുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം ഹൃദ്യമായി. മച്ചാട് തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റത്തിൽ 13 പേരാണ് പങ്കെടുത്തത്. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അറിവ് ഉത്സവം സംഘടിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം രാജൻ എലവത്തൂർ ഉദ്ഘാടനം ചെയ്തു. ചോറ്റുപാറ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ഇടവാക ദിനവും മതബോധന ദിനവും സംയുക്തമായി ആഘോഷിച്ചു. വടക്കാഞ്ചേരി ഫൊറോന വികാരി ഫാദർ വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുളങ്ങര ഗ്രാമീണ വായനശാലയിലെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ ബാലസംഗമം സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം NS വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു.
വെള്ളിക്കുളങ്ങര സ്വദേശി ആക്നൽ ജോയ്ക്ക് തിരുനെൽവേലി മനോന്മണിയും സുന്ദരനാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബോട്ടണിയിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. വെള്ളിക്കുളങ്ങര വടാശ്ശേരി പരേതനായ ജോയിയുടെയും റിട്ടയർഡ് പ്രധാനാധ്യാപക മേഴ്സിയുടെയും മകനാണ് ആക്നൽ ജോയ്. കേരള പുലിയർ മഹാസഭ പിണ്ടാണി കരിങ്ങാച്ചിറ ശാഖയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ട്രഷറർ PC ബാബു ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഉരുൾതാണ്ടും വനനാട് എന്ന കവിതയുടെ യൂട്യൂബ് പ്രകാശനം ചേറ്റുവയിൽ നടന്നു. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ പ്രകാശനം നിർവഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് 4-ാം വാർഡിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയേടത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടകര മനംകുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. P. രാധാകൃഷ്ണൻ, KK വെങ്കിടാചലം, KV രാമജയൻ, അനിൽ വടക്കേടത്ത് എന്നിവർ നേതൃത്വം നൽകി. ഹൈസ്കൂൾ മലയാളം അധ്യാപക സംഗമത്തിന്റെ ഭാഗമായി കവി PN ഗോപികൃഷ്ണനെ ആദരിച്ചു. അന്തിക്കാട് BPC ഡോക്ടർ K. ഉമാദേവി അധ്യക്ഷത വഹിച്ചു. പൊങ്ങണംകാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ ഇടവകയിൽ നിന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മറ്റ് ഇടവകകളിൽ ആയിരിക്കുന്ന പെൺമക്കൾക്ക് വേണ്ടി പുത്രി സംഗമം സംഘടിപ്പിച്ചു. സൗഹൃദ സമ്മേളനം വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി പഞ്ചായത്ത് മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഗംബൂട്ടും ഗ്ലൌസും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദനേശ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്യാപ്റ്റൻ ലക്ഷ്മി സൈകാൾ കാരുണ്യ കേന്ദ്രത്തിന്റെ എടമുട്ടം മേഖലാ ഓഫീസ് ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ മേഖലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. ലോട്ടറി ടിക്കറ്റിന്റെ വില 40 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഓൾ കേരള ലോട്ടറി ഏജൻസി ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ്. ബുധനാഴ്ച ലോട്ടറി ഓഫീസിന് മുന്നിൽ നടത്തുന്ന ധർണ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്യും. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സമയത്തെ ചൊല്ലിയുള്ള ഏറെ നാളത്തെ തർക്കത്തിന് പരിഹാരമാകുന്നു. തർക്കം പരിഹരിക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് വിഭാഗം സർവേ നടപടികൾ ആരംഭിച്ചു. കേരള കർഷക സംഘം യൂണിറ്റ് സമ്മേളനം മനംകൊടിയിൽ നടന്നു. കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്ര പുതുക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടൻകണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പാറമേക്കാവിലെ പുതിയ കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാറമേക്കാവ് കോമ്പൗണ്ടിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതല്ല. അന്നദാനവും ഉണ്ടായിരിക്കുന്നില്ലെന്നും ദേവസ്വം ഭാരവാഹികൾ. ഒറ്റപ്പാലം നഗരസഭയിലെ കേന്ദ്രീയ വിദ്യാലയം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിരാഹാര സമരം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക സംസ്കൃതി പുരസ്കാരം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർക്ക്. ജൂൺ 10 ഗുരുവായൂരിൽ നടക്കുന്ന 4ാമത് മാടമ്പ് സ്മൃതി പർവം ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പുരസ്കാരം സമ്മാനിക്കും. STPI ചേലക്കര മേഖല കൺവെൻഷൻ ചേലക്കോട് സ്കൂളിൽ നടന്നു. STPI ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ മുക്താർ ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ വടക്കേത്തറ കൊട്ടേക്കാട്ടുകാവിൽ താലപ്പൊലിയോടനുബന്ധിച്ച് നാളെ വടക്കേത്തറ പാട്ടുകൊട്ടിലേക്ക് കൊട്ടിയകം കൊള്ളും. ഈ മാസം 25 താലപ്പൊലി ആഘോഷത്തിന് തുടക്കമാകും. നിർമ്മാണം പൂർത്തിയാകുന്ന വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ AC മൊയ്തീൻ MLA സന്ദർശനം നടത്തി. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് MLA സന്ദർശനം നടത്തിയത്. എഴുത്തുകാരനും സംവിധായകനുമായ VF ബാബു എഴുതി സംവിധാനം നിർവഹിച്ച 3 ഹ്രസ്വചിത്രങ്ങളുടെ പ്രദർശനം താണിക്കുടം ഗ്രാമീണ വായനശാലയിൽ നടന്നു. എഴുത്തുകാരിയും പ്രഭാഷകയുമായ രാജ്കുമാരി വിനോദ് ഉദ്ഘാടനം ചെയ്തു.
ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.